എൻ്റെ പേര് ജിൻഡോ. എൻ്റെ സ്ഥലം അയിരൂർ എന്ന് പറയും, എറണാകുളം ഡിസ്ട്രിക്റ്റ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ജാനുവരി 26-നാണ്. മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും ഉടമ്പടിയിൽ കോമൺ ആയിട്ട് നടന്ന രണ്ട് കാര്യങ്ങളും പിന്നെ മമ്മിയുടെ ഉടമ്പടിയിലുള്ള സ്പെഷ്യലായിട്ടൊരു കാര്യം ഇവിടെ സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത്. ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റാണ്. ഞാൻ ഫിലിപ്പീൻസിലാണ് പഠിച്ചത്. എൻ്റെ ഫസ്റ്റ് തന്നെ ഉടമ്പടിയെ കുറിച്ച് ഞാൻ അറിഞ്ഞതും കൂടുതൽ എൻ്റെ ശക്തിയെ കുറിച്ച് വെളിവായതും എൻ്റെ ഗ്രാജുവേഷൻ ഫിലിപ്പീൻസിൽ അറ്റൻഡ് ചെയ്യാനുണ്ട്. പപ്പയ്ക്കും മമ്മിക്കും ചാൻസ് കിട്ടി. അപ്പോൾ അവർ വന്ന സമയത്ത് ഒരുപാട് ഡോക്യുമെൻസിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ ഗ്രാജുവേഷൻ തന്നെ നടക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു. കാരണം ഞാൻ ഫോളോ ചെയ്ത ഫീസ് സ്ട്രക്ചറല്ല കോളേജ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നം കൊണ്ട് എൻ്റെ ഗ്രാജുവേഷൻ്റെ ഒരാഴ്ച മുമ്പ് റിലീസ് ചെയ്ത ലിസ്റ്റിൽ പോലും എൻ്റെ പേരില്ലായിരുന്നു. വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടുകാർ വന്ന് അവരെ ഗ്രാജുവേഷൻ്റെ 3 ദിവസം മുമ്പാണ് ഫിലിപ്പീൻസിലെത്തിയത്. പക്ഷേ മമ്മി അവളുടെ ഉടമ്പടിയിലായിരുന്നു. മമ്മി കഴിഞ്ഞ 2020 തൊട്ട് ഉടമ്പടിയിലുണ്ടായി. അമ്മ വന്നപ്പോൾ തൊട്ട് പെൻഡിങ്ങിൽ നിന്ന എല്ലാ കാര്യങ്ങളും സ്പീഡപ്പായി. എൻ്റെ ഗ്രാജുവേഷൻ ഓൺ ടൈമിൽ തന്നെ നടന്നു. മമ്മി അവിടെ ഉള്ള സമയം തൊട്ട് ആ ഒരു ഉടമ്പടിയുടേതായ ആ ഒരു കൃപ ഞങ്ങൾ അനുഭവിക്കുകയുണ്ടായി. മാതാവിൻ്റെ സാന്നിധ്യവും ഉണ്ടായി. അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സർട്ടിഫിക്കറ്റും വിത്തിൻ 1 മന്ത് എല്ലാം കിട്ടി. ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ തന്നെ ഞാനും കൂട്ടുകാരോടും പ്ലാൻ ചെയ്തായിരുന്നു അങ്ങനെ കണ്ണൂർ കോച്ചിങ്ങിന് പോകാമെന്ന്. അങ്ങനെ കോച്ചിങ്ങിൽ ഞങ്ങൾ ജോയിൻ ചെയ്തു. അവിടെ നല്ലൊരു കോച്ചിങ് ആയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. എക്സാമായിപ്പോൾ ഞാൻ മമ്മിയുടെ നിർദ്ദേശപ്രകാരം ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൽ റിക്വസ്റ്റൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ എക്സാം ഞാൻ അപ്പിയർ ചെയ്തു. വലിയ എളുപ്പമൊന്നും പറയാനില്ല, എന്നാലും ഒരു ഓക്കെ ആയിരുന്നു എക്സാം കഴിഞ്ഞ് വന്നു. നാട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ജാനുവരി 20-നായിരുന്നു ഫസ്റ്റ് എക്സാം. ജാനുവരി 26-ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. റിസൾട്ട് വന്നത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച വന്ന സമയത്ത് ആക്ച്വലി ഞാനും മമ്മിയും ഇവിടെ ലൈവായിട്ട് യൂട്യൂബിലുള്ള കൃപാസനത്തിലെ നൊവേന കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് വന്നത്. എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ട് യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ കാണാറുണ്ടായി. അപ്പോൾ അതൊക്കെ എൻ്റെ അന്നേരത്തെ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഹെഡിങ്സൊക്കെ ഞാൻ സാക്ഷ്യം ആയിട്ട് കണ്ടില്ല, ഞാൻ ഇങ്ങനെ ചുമ്മാ ഹെഡിങ്സ് വായിച്ച് പോവുക ചെയ്തത്. അപ്പോൾ അതെല്ലാം എനിക്കൊരു പ്രത്യാശയായിരുന്നു. റിസൾട്ട് വന്നു. ഞാൻ റിസൾട്ട് എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം ഒരു ഡിജിറ്റ് കുറവാണ് അടിച്ചിരുന്നത്. പക്ഷേങ്കിൽ ആദ്യം വന്ന റിസൾട്ട് 170 ആണ്, അതായത് 150 വേണം പാസ്സാവാൻ. ഞാൻ പാസ്സായെന്ന് വിചാരിച്ച് അടുത്ത് മമ്മി ഇരിക്കുന്നുണ്ട്. പറയാൻ പോയപ്പോഴേക്കാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു ഡിജിറ്റ് കുറവുണ്ടെന്ന്. അങ്ങനെ ആദ്യത്തെ ആ കുറവുള്ള ഡിജിറ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ വേറെ റിസൾട്ട് വന്നു. അതായിരുന്നു അത് 139 ഉള്ളതായിരുന്നു. അതായത് ഞാൻ ഫെയിലായി. പിന്നെ ഞാനത് എന്തായാലും മമ്മിയുടെ അടുത്ത് പറയണം. മമ്മി തൊട്ടടുത്തിരിക്കുന്നുണ്ട്. എൻ്റെ മുഖത്തിലെ എക്സ്പ്രഷൻ മാറി. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അമ്മ ചുമ്മാ ആശ്വസിപ്പിച്ച്. അപ്പോൾ കൂട്ടുകാരൻ കൂടി ഫെയിലാവുകയാണെങ്കിൽ ഒരു കമ്പനി ഉണ്ടാവുമെന്ന് വിചാരിച്ച് കൂട്ടുകാരൻ്റെ അന്വേഷിച്ചപ്പോൾ കൂട്ടുകാരൻ പാസ്സായി. പിന്നെ ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കി. ഈ ഒരു ജേണിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ അതുകൊണ്ട് ആകെ നിരാശയായി. പിന്നെ വേറൊരു കോച്ചിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞാൻ വീട്ടിൽ തന്നെ നിന്ന് പഠിക്കാമെന്ന് പ്ലാൻ ചെയ്ത്. പിന്നെ ഈ ഒരു ഡിപ്രഷനിൽ നിന്ന് കയറി വരാൻ കുറേ ടൈം എടുത്തു. ഉറക്കം തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാൻ. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഒരു മാസം അതെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ ഞങ്ങൾക്ക് ജൂലൈയിലായിരുന്നു എക്സാം, ജൂലൈ 6. ശരിക്കും അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ആദ്യത്തെ അപേക്ഷിച്ച് കുറവാണ്. അതിൽ പൊതുവേ ഞങ്ങളുടെ ഇടയിൽ എല്ലാവരും പറയണത് ജൂലൈ എക്സാം ടഫായിരിക്കും ജാനുവരി എക്സാമിനേക്കാളെന്നാണ് കേൾക്കാറ്. എന്തായാലും ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. ഈ പ്രാവശ്യം ഫസ്റ്റ് എക്സാം ഫെയിലായപ്പോൾ തൊട്ട് ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ഒരുപാട് മുടക്കം വന്നു. അത് ചെറുതായിട്ട് ഉഴപ്പി. പിന്നെ ഞാൻ രണ്ടാമത് ഇതിൻ്റെ ഇടയിൽ റിന്യൂ ചെയ്ത് അത് പിന്നെ അല്പം കൂടി സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന്. പക്ഷേങ്കിൽ ബൈബിൾ എനിക്ക് എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ 5-10 മിനിറ്റ് വെച്ചാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സ്ട്രോങ് ആയിരുന്നു. ഞായറാഴ്ച മാത്രം കുർബാനയ്ക്കും പോയുള്ളായിരുന്നു. പക്ഷേങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും നൊവേന കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എക്സാമിലേക്ക് അടുത്തത്. എക്സാം സെൻറ്റർ കിട്ടിയതും കണ്ണൂർ തന്നെയായിരുന്നു. എനിക്ക് ആദ്യത്തെ എക്സാമും കണ്ണൂർ തന്നെയായിരുന്നു. അത് കണ്ണൂർ പഠിച്ചുകൊണ്ട് കണ്ണൂർ തന്നെ വെച്ചു. രണ്ടാമത് എറണാകുളത്ത് ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചപ്പോൾ എറണാകുളമാണ് വെച്ചത്. പക്ഷേങ്കിൽ എനിക്ക് കിട്ടിയത് തിരിച്ച് കണ്ണൂർ തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കണ്ണൂർക്ക് ഞാനും പപ്പയും മമ്മിയും എല്ലാവരോടെയാണ് പോയത്. അവരെൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായി. അങ്ങനെ ആ എക്സാമിന് അവിടെ ചെന്ന് അമ്മയുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അമ്മ എക്സാമിനെപ്പോഴേക്കും ഞാൻ മൈൻഡൊക്കെ ഔട്ടായി.
എക്സാം എങ്ങനെയെങ്കിലും തീർത്തു വരാമെന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആദ്യം പോരായ്മ സംഭവിച്ച സബ്ജക്റ്റുകളൊക്കെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചായിരുന്നു. എന്നാലും 1-2 സബ്ജക്റ്റുകളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. എക്സാമിൻ്റെ സമയത്ത് രാവിലെ എക്സാമിന് മമ്മി കൂടെ വന്നപ്പോൾ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് അമ്മ ഉപ്പ് തന്നായിരുന്നു, കൃപാസനത്തിൽ വെഞ്ചരിച്ച ഉപ്പ്. അപ്പോൾ ഇങ്ങനെ മമ്മി ഇങ്ങനെ സാക്ഷ്യങ്ങൾ കാണാറുണ്ടായി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ബേസാണ് എക്സാം. അപ്പോൾ ആ എക്സാം സിസ്റ്റത്തിന് ചുറ്റും ഉപ്പിടുക, പിന്നെ എക്സാം സെൻറ്ററിലേക്ക് കയറിനേക്കാൻ മുമ്പായിട്ട് സെൻറ്ററിൻ്റെ വാതിക്ക് ഉപ്പിടുക, എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, ഇനി ഒരിക്കലും ആ ഒരു എക്സാം എഴുതാൻ ഇവിടെ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത്. പക്ഷേ എക്സാം പാർട്ട് 1 രാവിലെ ആയിരുന്നു, പാർട്ട് 2 സെക്കൻഡ് പാർട്ട് ഉച്ച കഴിഞ്ഞു. പാർട്ട് 1 കമ്പാരിറ്റീവ് എളുപ്പമായിരുന്നെങ്കിലും പാർട്ട് 2 ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും ഹോപ്പില്ലായിരുന്നു. റൂമിൽ വന്ന് ഞാൻ റീകോൾ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കിയപ്പോൾ കുറേയൊക്കെ അറിയാവുന്നത് തെറ്റിയിട്ടുണ്ട്. റേഡിയോളജിയൊക്കെ ആണെങ്കിൽ 7 ക്വസ്റ്റ്യനിൽ 2 മാത്രമേ ശരിയായിട്ടുള്ളൂ, 5 തെറ്റി. അങ്ങനെ പല സബ്ജക്റ്റിൻ്റെയും ഓൾമോസ്റ്റ് 50-60% ആണ് റേഞ്ചുള്ളൂ. ഞാൻ ഒരുപാട് അതുകൊണ്ട് പിന്നെ സബ്ജക്റ്റുകൾ പിന്നെ നോക്കിയില്ല. ഹോപ്പും കുറവായിരുന്നു. പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കഴിഞ്ഞ റിസൾട്ട് വരുന്ന വരെ ഞാൻ നിന്നത്. ഈവൻ റിസൾട്ട് വന്നപ്പോഴും ഞാൻ ധ്യാനകേന്ദ്രത്തിലായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച റിസൾട്ട് വന്നു. എനിക്ക് ഇന്നലെയാണ് ധ്യാനം കഴിഞ്ഞത്. ഫോൺ കയ്യിൽ കിട്ടി റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ പാസ്സായതായിട്ടാണ് കാണിച്ചത്. അത് ഇതിൻ്റെ ഇടയിൽ വേറൊരു പോസിറ്റീവ് സൈഡ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ ഗ്രീൻ കാർഡിനെ കുറിച്ചാണ്. എൻ്റെ ഉടമ്പടിയിലുള്ള 2ാമത്തെ കാര്യമാണ് ചേട്ടൻ്റെ ഗ്രീൻ കാർഡ്. ചേട്ടൻ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോയിട്ട് ഓൾമോസ്റ്റ് ഒരു 12 വർഷമായിരുന്നു. ചേട്ടൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. ചേട്ടൻ അവിടെ ചെന്ന് ഗ്രീൻ കാർഡിൻ്റെ കേസ് ഒരു 5 വർഷം മുമ്പ് ഫയൽ ചെയ്തത്. അപ്പോൾ അതിന് പല ഹിയറിങ്സ് വന്ന് എല്ലാം മാറി പോവുകയാണ് ചെയ്തത്. അവസാനത്തെ ഒരു ഹിയറിങ് വന്നത് കറക്റ്റ് എൻ്റെ എക്സാമിൻ്റെ 2ാമത്തെ എക്സാമിൻ്റെ 2 ആഴ്ച മുമ്പായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഒരിക്കലും അതൊരു ഫെയിലിയർ ആവരുത്. ഒന്നില്ലെങ്കിൽ എക്സാം ചേട്ടൻ്റെ കേസിൻ്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യുക, അല്ലെങ്കിൽ ചേട്ടന് കേസ് ഗ്രീൻ കാർഡ് അപ്രൂവലാവാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അത് ചേട്ടന് അപ്രൂവലായി. സോ അതെനിക്ക് എൻ്റെ 2ാമത്തെ എക്സാമിന് വലിയൊരു പോസിറ്റീവ് സൈഡായിരുന്നു. പിന്നെ എൻ്റെ എക്സാം റിസൾട്ട് നോക്കിയപ്പോഴും ഞാൻ അതിലും പാസ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. പിന്നെ മമ്മിയുടെ ഉടമ്പടിയിലുള്ള 3ാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മിയുടെ സിസ്റ്ററിൻ്റെ മകൻ ഇതേപോലെ അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അപ്പോൾ ആൾക്ക് ഇതേപോലെ ജോലി തടസ്സങ്ങൾ ഒരുപാടുണ്ടായി. അപ്പോൾ അവർ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മമ്മി ഉടമ്പടി പുതുക്കാറായപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കേസ് അവരുടെ ഇതൊന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മമ്മി അതും കൂടി ആഡ് ചെയ്ത് പ്രാർത്ഥിച്ചു. ആൾക്ക് ജോലി തടസ്സം മാറി ജോലി കിട്ടി. ഈ 3 കാര്യമാണ് മെയിനായിട്ട് സാക്ഷ്യം പറയാനുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തിന്നായിട്ട് ഞങ്ങൾ അങ്കമാലിയിലുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് സെർവ് ചെയ്യാറുണ്ടായി. മമ്മിയാണ് കുക്ക് ചെയ്യാറ്, ഞാനും പപ്പയൊക്കെയാണ് സെർവ് ചെയ്യാറ്. പിന്നെ കൃപാസനം പത്രം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കുമ്പസാരം 2 ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായിട്ട് ചെയ്യുന്നുണ്ടായി. പിന്നെ സൺഡേ കുർബാന പങ്കെടുക്കാറുണ്ട്, സ്വീകരിക്കാറുണ്ടായി.